ദുൽഖിഫിൽ ഈ കാര്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് സ്ത്രീവിരുദ്ധതയുണ്ട്, തനിക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം നൈതിക വിരുദ്ധമായി വെട്ടിവീഴ്ത്തുന്നു. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ ത്രയം ഈ അർത്ഥത്തിൽ ഒരു ബാഡ് കോക്കസ് പോലെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുകയാണ്. ഇതാണ് പറയുന്നത്. മുൻ AICC അംഗം കൂടി പറഞ്ഞ കാര്യമാണ് ഞാൻ ക്രോഡീകരിച്ചത്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്, അതിനിടയിൽ നിങ്ങൾ അദ്ദേഹത്തെ KPCC സെക്രട്ടറി ആക്കിയില്ല, അതോടൊപ്പം തന്നെ പലതും VD സതീശനും അല്ല, ഈ കോക്കസിന്റെ മുഴുവൻ പ്രവർത്തികളുടെ അനുരണനങ്ങളാണ് പറഞ്ഞത്. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നത് നാണമില്ലേ എന്നാണ് ചോദിക്കാറ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഒരു ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഈ പറയുന്ന പെൺകുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്തം ആള് പറഞ്ഞത് എന്താണ്? VD സതീശൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത്. അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം നിയമ സംവിധാനമായിട്ട് മുന്നോട്ട് പോയിരുന്നോ? ഇതൊക്കെ വെറുതെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംസാരിക്കാന്നല്ലാതെ എന്താണ് ഇവർക്കൊക്കെ പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ചുരുക്ക് തീർക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുന്നതല്ലാണ്ട് മറുപടി പറഞ്ഞു സമയം കളയാൻ ഞങ്ങൾക്കില്ല. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ഷാനിബൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഷാനിബിനോട് ഞാൻ ചോദിക്കുന്നത്, ഷാനിബ് ഒരു പൊതുപ്രവർത്തകനല്ലേ? ഷാനിബ് അങ്ങനെയാണെങ്കിൽ ഷാനിബ് ആ കുട്ടിയെ വെച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോയോ? ഷാനിബിനും ഉത്തരവാദിത്തമില്ലേ? പ്രതിപക്ഷ നേതാവിനില്ലേ? പ്രതിപക്ഷ നേതാവിനില്ലേ? ഷാനിബിനേക്കാൾ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനില്ലേ? ഷാനിബ് എന്താണ് പറഞ്ഞത്? അവിടെ പ്രതിപക്ഷ നേതാവിന് അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കാണ്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിനോട് ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ നിയമപരമായി അതിനോട് പ്രതികരിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇല്ലേ? ദുൽഖിഫിൽ ആരെയാണ് ന്യായീകരിക്കുന്നത്? ഒരു ഉളുപ്പ് വേണ്ട അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ. ശരി, ന്യായീകരിച്ചിരുന്നില്ല. ഞങ്ങൾ ആരെയും പാർട്ടി MLA സ്ഥാനം തുടരുന്നു. ഇരകൾക്കെതിരായി പോരാട്ടം, ഇരകൾക്കെതിരായുള്ള പോരാട്ടമാണ് ഇപ്പോൾ സൈബറിടത്ത് നടക്കുന്നത്. വോയിസ് മെസ്സേജ് ആണ് വന്നത്. ആ വോയിസ് മെസ്സേജ് അയച്ച മാധ്യമ പ്രവർത്തകന്മാരെയും അതോടൊപ്പം ആ സംവിധാനങ്ങളെയും ജയിലിലടച്ച സർക്കാരാണ് ഇവിടെയുള്ളത്, പാർട്ടിയാണ് ഇവിടെയുള്ളത്. ആ പാർട്ടി കോൺഗ്രസിനെ വന്ന് പഠിപ്പിക്കണ്ട എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേതാക്കന്മാർ ഈ ആരോപണം വന്നവരെ പിന്നീട് അന്വേഷിച്ച് അതേ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയ പാർട്ടിയാണ്, പാർട്ടിയുടെ നേതാക്കന്മാരും അതിന് അനുഭാവികളുമാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കി വെച്ചത് ആ പ്രസ്ഥാനമാണ് വന്ന് പറയുന്നത്. അതിന്റെ നേതാക്കന്മാർ ഞങ്ങളെ വന്നിട്ട് അങ്ങനെ പഠിപ്പിക്കണ്ട, സദാചാരം ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, എന്ത് നിലപാട് സ്വീകരിച്ചു? താങ്കൾ വെറുതെ പറയുകയാണ്. ഒരു നിർദ്ദേശവുമില്ല, തെളിവില്ല, രേഖകളില്ല, നിയമപരമായ ഒരു പരാതിയില്ല. ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്നാലും രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹാൻ രാജിവെച്ചത്. തനിക്ക് നേതൃത്വത്തിൽ നിന്നൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശരി, അത് തന്നെയാണ്. ദുൽഖിഫിലിന് ഞാൻ കൃത്യമായി സമയം നൽകുകയും ഇത് ചോദിക്കുകയും ചെയ്തതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇത്രയേറെ പെർവട്ടായ, ഇത്രയേറെ അധമമായ സ്വഭാവമുണ്ട് എന്ന് വാക്കുകളിലും നോക്കുകളിലും ഒരാളല്ല, രണ്ടു പേരല്ല, ഒരു ഘട്ടമല്ല, രണ്ട് ഘട്ടമല്ല, 2020 മുതലുള്ള ഡിജിറ്റൽ തെളിവുകളും ശബ്ദവും ഒക്കെ എത്തിയ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ നിങ്ങളൊരു പ്രസ്ഥാനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ആ ന്യായീകരണത്തിൻ്റെ പ്രതിഫലനമാണ് ദുൽഖിഫിൽ ഇപ്പോൾ കണ്ടത്.